ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റെല്ലാവർക്കും നമസ്കാരം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 20-25 വർഷങ്ങളോളമായി ഇഫ്താർ സംഗമം നടത്തുന്നുണ്ട്. ജാതിമത രാഷ്ട്രീയ ചിന്തകളില്ലാതെ സമൂഹത്തിൽ സ്നേഹവും സൗഹൃദവും കൈമുതലായിട്ടുള്ള ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. ഈ ഇഫ്താർ സംഗമവും നമ്മൾ സ്നേഹത്തോടു കൂടി ഇവിടെ നടത്തപ്പെടുമ്പോൾ നമുക്കറിയാം, എല്ലാ മതങ്ങളും നന്മ പ്രദാനം ചെയ്യുമ്പോൾ അതാ മതങ്ങളെ കൊണ്ടുപിടിച്ചുകൊണ്ട്, മതഗ്രന്ഥങ്ങളെ കൊണ്ടുപിടിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇന്ന് വർഗീയതയുടെയും മറ്റു പേര് പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ അകൽച്ച സമൂഹത്തിൽ ഉണ്ടാവുകയാണ്. മനുഷ്യർ തമ്മിൽ, മതങ്ങൾ തമ്മിൽ എന്ന് പറയുന്നില്ല, മനുഷ്യർ തമ്മിൽ. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ, അത് ഇഫ്താർ സംഗമമായിക്കൊള്ളട്ടെ, ഓണാഘോഷമായിക്കൊള്ളട്ടെ, ക്രിസ്മസ് ആയിക്കൊള്ളട്ടെ, ഓരോ ആഘോഷങ്ങളും മനസ്സിലെ നന്മ വർദ്ധിപ്പിക്കുന്നതിനും മനുഷ്യരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തായാലും അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ സന്ദേശമൊക്കെ കൊടുക്കുന്നതിനായിട്ട് അതിന് അറിവുള്ളവർ ശ്രീ ഫാറൂഖി അദ്ദേഹമാണ് എനിക്ക് തോന്നുന്നു. ഇതിനു മുമ്പ് നമ്മുടെ ഇവിടെ വെച്ച് നടത്തിയ ആദ്യത്തെ ഒരു ഇഫ്താർ സംഗമത്തിൽ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നടന്ന ഒരു ഇഫ്താർ സംഗമത്തിൽ നമുക്ക് ഇഫ്താർ സന്ദേശം നൽകുന്നതിന് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ മെമ്പറായിരുന്നില്ല, അതിനുശേഷം അദ്ദേഹം നമ്മുടെ മെമ്പറായിരുന്നു ആയി. എന്തായാലും അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്തായാലും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഇന്നിവിടെ നടക്കുന്ന ഈ ഇഫ്താർ സംഗമത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ഇഫ്താർ സംഗമം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന നമ്മുടെ യോഗ അധ്യക്ഷൻ മനോഹരൻ, അതേപോലെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സമയത്ത് നമ്മൾ ദൈവത്തെ ഓർക്കുകയാണ്. അപ്പോൾ ദൈവത്തെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ദൈവിക സ്മരണ ഉള്ള ആൾക്ക് പിന്നെ പാപം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ പാപമുക്തമായ ഒരു ജീവിതം ഉണ്ടാകാനാണ്. അങ്ങനെ ആ ദൈവിക സ്മരണയിലൂടെ അയാളുടെ പ്രവർത്തനങ്ങൾ രാവിലെ ആരംഭിച്ചു. ആ ദൈവിക സ്മരണ അയാളിൽ നിന്ന് മാറുന്ന ഒരു സമയം, ഒരു സമയം നോക്കിയിട്ടൊരു 12 സമ്പൂർണതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അനുഷ്ഠാനങ്ങൾ വച്ചിരിക്കുന്നത്. പ്രധാനമായും 4 അനുഷ്ഠാനങ്ങളാണുള്ളത്. 1 നമസ്കാരം, 2 വിശ്വാസം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഹയ്യ അലസ് സ്വലാത്ത്, حي على الصلاة، حي على الفلاح، حي على الفلاح. الله أكبر، الله أكبر، لا إله إلا الله.